പ്രതീക്ഷിച്ചിലും വളരെ ഭംഗിയായിട്ടാണ് ഒരു ഓൺലൈൻ ഉത്സവം നടന്നിരിക്കുന്നത്. ജലദൂത ഫെസ്റ്റിവൽ 55 വർഷം മുതൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് ശില പ്രഭുപാദ് ജലദൂത എന്നുള്ള കപ്പലിൽ നിന്ന് ഇറങ്ങി 2 ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നത്. അത് ശരിക്കും കേരള മണ്ണിന്റെ വലിയൊരു സൗഭാഗ്യം എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശില പ്രഭുപാദരും രണ്ടുപേരും കേരളത്തില് സ്വയം സാക്ഷാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശില പ്രഭുപാദും രണ്ടുപേരും കേരളത്തില് വന്നിട്ടുണ്ട്. കേരള മണ്ണില് അവരുടെ പാദസ്പർശം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വിഷയമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതേപോലെ തന്നെ വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം, അതേപോലെ ചെങ്ങന്നൂർ, അവിടെയുള്ള ചില ദിവ്യ ക്ഷേത്രങ്ങൾ, ദിവ്യദേശങ്ങൾ അവിടെയൊക്കെ സന്ദർശിച്ചതായിട്ട് നമുക്ക് ശ്രീ ചൈതന്യ ചരിതാമൃതത്തിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ശില പ്രഭുപാദ ലീലാമൃതത്തിൽ നിന്ന് ശില പ്രഭുപാദ് കേരളത്തില് കൊച്ചിയിൽ വന്നതിന്റെ വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും ശരിക്ക് ചരിത്ര സംഭവങ്ങളാണ്. ഈ രണ്ട് കാരുണ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കേരളം മുഴുവനും കൃഷ്ണാവബോധം നല്ല രീതിയിൽ പ്രചരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം കേരളത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ ഒരു ഉത്സവം നമ്മൾ നടത്തുന്നത് കേരളത്തിന്റെ മൊത്തം ഒരു ഉത്സവമായിട്ടാണ് നമ്മൾ ഇതിനെ കണ്ട് അറിയുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളായി 108-ൽ കൂടുതൽ 113 ഭക്തന്മാര്, ലോകത്തിന്റെ നാനാഭാഗത്തുള്ള ഭക്തന്മാര്, വിശേഷിച്ചും ഭാരതത്തിലും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരുപാട് ഭക്തന്മാര് വളരെ താല്പര്യത്തോടെ, വളരെ ഉത്സാഹത്തോടെ ഇതിനോടനുബന്ധിച്ച് നടന്ന കീർത്തനമേളയിൽ പങ്കെടുത്തു. അതില് അതിയായ സന്തോഷമുണ്ട്. അവസാനം ഈ പരിപാടിക്കൊരു തിലകക്കുറി ചാർത്തുന്ന രീതിയിൽ നമ്മുടെ എല്ലാം ആരാധ്യനായ ഗുരു മഹാരാജ്, ഹിസ് ഹോൾനെസ് ജയപ്രതാക സ്വാമി ഗുരു മഹാരാജ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇതെല്ലാം മഹാഭാഗ്യം എന്ന് തന്നെ കരുതണം. ഹരേ കൃഷ്ണ. യെസ് മഹാരാജ്. Okay, Hare Krishna, Dandot Pranam. We are very fortunate today to have the association of His Knowledge Bhaktivinoda Swami Maharaj. His Knowledge Bhaktivinoda Swami Maharajന്റെ സാന്നിധ്യം ലഭിക്കുന്നതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ശില പ്രഭുപാദരുടെ നേതൃത്വത്തെക്കുറിച്ച്, ലീഡർഷിപ്പിനെ കുറിച്ചാണ് ഇന്ന് മഹാരാജ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും വൈകാതെ മഹാരാജിന്റെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ വിവർത്തനം, മലയാള വിവർത്തനം ചെയ്യുന്നത് ഹിസ് ഗ്രേസ് ഗോവർദ്ധൻ ഗിരി പ്രഭുവാണ്. താങ്ക് യു മഹാരാജ്, ഓവർ ടു യു. Yes Maharaj, we are ready. I cannot hear you. Hare Krishna Maharaj. Hare Krishna. Hare Krishna Maharaj, we can start. Haribol Gopura Prabhu, cannot hear you at all, so that I can know how you are doing the translation. Hare Krishna Maharaj, can you hear me? This is Govardhan.
Bol. Cannot hear you. ഗോവർദ്ധൻ പ്രഭു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം, മഹാരാജ് പറയുന്നതും കേൾക്കാം. പക്ഷെ മഹാരാജിന് കേൾക്കാൻ പറ്റുന്നില്ല. ഞാനൊന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യാം. ഒരു നിമിഷം. Keeps coming and going. Jai Radha Madhava Kunja Bihari Vijana Vallabha Giridhari Yashodanandana Vraja Janaranjana Yashodanandana Yamuna Tirabnachari Yamuna Tirabnachari Radha Madhava Kunja Bihari Phone up and ask, I cannot hear anything. Gopi Jana Vallabha Jaya Girivardhari Jaya Girivardhari Yashodanandana Vrajanarandana Yashodanandana Munatiya Vanachari Yamunatiya Vanachari Radha Madhava Kunja Bihari Jaya Radha Madhava Radha Madhava Radhe Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare, Hare Krishna. Hare
Krishna 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 Hare Hare, Hare Ram 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 Hare Hare. Hare Krishna 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 Hare Hare, Hare Ram Rama Ram Hare Hare. Hare Krishna 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 Hare Hare, Hare Ram Ram Hare Hare. Hare Krishna 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 Hare Hare, Hare Rama Ram Hare Hare. Tagore Hari Bol, Hari Bol, Hari Bol, Hari Bol. Jaya Jaya Prabhupada, 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 Prabhupada. Jayam Vishnupad Paramahamsa Paripratikarya Ashtottara Satasri Srimad Divine Grace Abhay Charanaravinda Bhaktivedanta Swami Srila Prabhupada ki, ISKCON founder Acharya Prabhupada ki, Jananti Vaishnava Vrinda ki, Prem se kaho Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhar Vasadi Gaura Bhakta Vrinda ki, Acharya Srila Haridas Thakur ki, Prabhupada ki, Prabhupada no ki, Samaveta Bhakta Vrinda ki, Nittaya Premanande. All glories to devotees, all glories to devotees, all glories, Shri Guru Gauranga Gauri Srila Prabhupada. I can't hear the transition. Gopal Hare Krishna Maharaj, Govardhan Giridas here. Can you hear Maharaj? I am not able to hear translation. I cannot hear you. Hare Krishna Maharaj, can you hear now? Prabhu, just for information, I am working with Either them. something is wrong with this phone or cannot hear. Om Ajnanatimirandasya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Om Namo Bhagavate Vasudevaya Narayanam Namaskrityam Chaiva Narottam Devi Saraswati Asam Tato Jayamudayet Ashtaprayeshu Avareshu Nityam Bhakta Sevaya Bhagavati Uttama Shloke Bhavati Nishtiki. From Srimad Canto 1, Chapter 1, Text 22. Tvam nah sandarito dhara dustaram iti nistitirsham kali satpaharam pumsam karnadhara ivarnam. Tvam nah sandarishito dhatra dustaram nistirshatam kalim satpaharam pumsam Karnadhara Varnavam. Once more. Tvam sandarishito dhatra Tutaram nisitirishtam
Kalim Satpahar Pumsam Rinathara Evanavam. Since I'm not able to hear from that side translation, I don't know how we are going to do this, but I'm just reading translation and quote by His Divine Grace, A. Bhakti Vedanta Swami Srila Prabhupada Ki. We think that we have met your goodness by the will of providence, just so that we may accept you as captain of ship for those who desire to cross the difficult ocean of Kali, which deteriorates all the good qualities of human being. Purport: the age of Kali is very dangerous for the human being. Human life is simply meant for self-realization. But due to the dangerous age, men have completely forgotten the aim of life. In this age, the lifespan gradually decreases. People will gradually lose their memory, finer sentiments, strength, and better qualities. A list of the anomalies for the age is given in the 12th canto of this work. And so this age is very difficult for those who want to utilize his life as realization. The people are so busy with sense gratification that they completely forget about self-realization. Out of madness, they frankly say that there is no need for self-realization because they do not realize that this brief life is but a moment on our great journey towards self-realization. The whole system of education is related to sense gratification. And if a learned man thinks over, he sees that the children of this age are being intentionally sent to the slaughterhouses of so-called education. Learned men, therefore, must be cautious of this age. And if they at all want to cross over the dangerous ocean of Kali, they must follow the footsteps of the sages Naimisharanya and accept Sri Rupa Goswami or his bona fide representative as the captain of ship. The ship is the message of Lord Sri Krishna in the shape of Bhagavad Gita or the Srimad Bhagavatam. Om Sat Udgyatimirandhasya Jnana Janashalakaya Chakshurunmiritam Yena Tasai Shri Gurave Namaha. Nama Om Vishnupadaya Krishna Prasthaya Bhutale Srimate Bhakti Vedanta Swaminiti Namane Namaste Saraswate Deve Gauravani Prarine Nirvishesha Shunyavai Paschatya Deshatarine Jaya Sri Krishna Chaitanya Prabhu Nityananda Shri Advaita Gadadhara Sri Gaurakta Vrinda Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Grantara Srimad Bhagavatam Ki, Srila Prabhupada Nittaita Premanande. So, I do not know how to carry on this. I don't know that I'm being heard up there in Cochin, in Kerala. Can somebody respond? Can We are somebody able to respond? hear you, Maharaj. We are able to hear you. So can you see the chat message here? Yes, you're being heard. But I am able to hear at all, although I have my headphones on. So how do we do the translation? How do we do the, how do I know how to wait for the translation finish? Seshrupa Prabhu. Any suggestions? Okay. So should I Govardhan Giri is going to translate, but I can have nothing. That's the main problem. We are waiting for a few seconds.
In the meantime, since you can hear me, I am reading an extract of a letter today. Govardhan Giri can note down the essence translated. The letter is Letter to Karanta Das, 7th October 1974. It's about personal ambition in the Krishna consciousness movement. This whole institution was started single-handedly without any capital. I went to your country with only ₹40 and 200 sets of books. So if we take the capital of the whole business, it was the books and the ₹40. The ₹40 was not even touched because Indian rupees currency could not be spent in your country. In 1967, when I came back to India, the ₹40 was paid for the taxi cab. The 200 sets of books were sold, and I was maintaining myself with great difficulty. Now, by the grace of Krishna, book sales have increased tremendously. And whatever money we are spending, it is from the book sales. Or whatever money is also being squandered, that is also from the sales. Now, by the grace of Krishna, we have got sufficient parties all over the world. And so there cannot be any diplomacy or conspiracy by any sane man. All these properties and opulences, whatever we have got, they will not go with me when I go away from this world. It will remain there. I am training some of my experienced disciples how to manage after my departure. So if instead of taking the training, if in my lifetime you people say I am the Lord of all, I survey, that is dangerous conspiracy. As alleged by you, I have received a complaint against Balimardan and his wife. Seriously, and so much so that the girl has declared Balimardan is an incarnation of Bhaktisiddhanta Saraswati Thakura on name. In India, some of the important members, they have collected huge amounts in the name of the society, spent luxuriously. I want you all experienced disciples should manage the whole institution very cleverly, without any person and being like ordinary materialistic men. The Gaudiya Math institution has become smashed, at least stopped its program of preach work on account of personal ambitions. So whatever is done, is done. I shall request you all not to be personally ambitious. I will do everything in my power to fulfill your personal ambitions. But that will be done in due course time when you are fully trained up and following the regular principles, chanting 16 rounds. This letter to Kandaradas, 7th October 1974. All disciples, they are good guys, intelligent and hard-working. I wish Krishna that you all may use your intelligence for Krishna's service and not for any personal ambition. We have worked very hard, established a great institution. But if we think for our personal benefit, then it will become ruined. This is my only concern. Letter to Chep Swami, 1st November 1974. If you want to give the gist of that. Yes, Maharaj. Yeah. Bhaktivinoda Swami Maharaj ഇവിടെ പ്രഭുപാദർ തന്റെ 2 ശിഷ്യന്മാർക്ക് അയച്ച കത്തുകളാണ് വായിച്ചത്. ആദ്യത്തെ കത്തിൽ പ്രഭുപാദർ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നത് കേവലം 40 രൂപയും ഞാൻ രചിച്ച കുറെ ഗ്രന്ഥങ്ങളുമായിട്ടാണ്. അതിലാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത്. അങ്ങനെയാണ്.
പക്ഷേ ഞാൻ കൊണ്ടുവന്ന 40 രൂപ നിങ്ങളുടെ രാജ്യത്തിൽ എനിക്ക് ഉപയോഗിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ആ 40 രൂപ ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ രാജ്യത്തിൽ വന്നതിന് ശേഷം ഭാരതത്തിലേക്ക് മടങ്ങിയപ്പോഴാണ് ടാക്സിക്ക് കൊടുക്കാനായി ആ 40 രൂപ ഉപയോഗിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഐശ്വര്യങ്ങളും നമുക്കുണ്ടായിരിക്കുന്ന പ്രസ്ഥാനത്തിനുണ്ടായിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഗ്രന്ഥങ്ങൾ വിറ്റഴിക്കുന്നതിലൂടെയാണ്. ഈ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി പോന്നിരുന്നത് ഈ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്തതിലൂടെയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ ഐശ്വര്യങ്ങളും നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാമുള്ള പണം ലഭിക്കുന്നത് ഈ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്നതിലൂടെയാണ്. മാത്രമല്ല, അനാവശ്യങ്ങൾക്കായി നിങ്ങൾ പാഴാക്കുന്ന പണവും എൻ്റെ ഗ്രന്ഥങ്ങൾ വിസ്തരണം ചെയ്യുന്നതിലൂടെയാണ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. മാത്രമല്ല, ഈ ഉണ്ടായിരിക്കുന്ന ഐശ്വര്യങ്ങളെല്ലാം ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കൊണ്ടുപോകാനുള്ളതല്ല. ഇതെല്ലാം ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വിട്ടിട്ട് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. ഇതിനായി ഞാൻ നിങ്ങളിൽ കുറെ പേരെ നല്ല രീതിയിൽ പരിശീലനം നൽകുന്നുണ്ട്. ദയവ് ചെയ്ത് ആ പരിശീലനം നിങ്ങൾ യഥാവിധം സ്വീകരിക്കുകയും ഈ പ്രസ്ഥാനത്തെ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം എന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് ശ്രീല പ്രഭുപാദർ ഈ കത്തുകളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഹരേ കൃഷ്ണ മഹാരാജ്. ഐ ആം ഡൺ. So I just read letter because of the stopgap of trying to set this technical problems together. കുറച്ച് സാങ്കേതിക പ്രശ്നമുള്ളായിരുന്നത് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ 2 കത്തുകൾ വായിച്ചത്. The occasion today is actually the celebration of Prabhupada's arrival in Cochin. Reflections from there. ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ശ്രീല പ്രഭുപാദർ കൊച്ചിയിൽ വന്നതിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അതാണ് നമ്മുടെ പ്രധാന കർത്തവ്യം ഇന്ന്. They have selected appropriate passage from the Bhagavad, where it is mentioned that the sages at Naimisharanya are accepting the captain of the ship. ഇന്ന് ഭാഗവതത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വളരെ അനുയോജ്യമായ ഒരു ശ്ലോകമാണ്. നൈമിശാരണ്യത്തിലെ ഋഷിമുനിമാർ അവരുടെ കപ്പലിന് ഒരു ശരിയായ കപ്പിത്താനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് ആ വിഷയം. We also know that Prabhupada sailed to United States of America on Daladuta, and he carried with him the Srimad Bhagavatam. നമുക്കെല്ലാവർക്കും അറിയാം, ശ്രീല പ്രഭുപാദർ ജലദൂതയിൽ യാത്ര ചെയ്യുകയും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹം ശ്രീമദ് ഭാഗവതം കൊണ്ടുപോവുകയും ചെയ്തു. 55 years back, on these same days, August 21st, 22nd, 23rd, the ship left Cochin. He celebrated Janmashtami on one day, and next day he became 70 years old. Nobody was there with him. All alone on the ship, Prabhupada was poised to create history. അദ്ദേഹം ഈ ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്നും കപ്പൽ പുറപ്പെട്ടത് അമേരിക്കയിലേക്ക്. അപ്പോൾ കപ്പലിൽ ഒറ്റയ്ക്കാണ് ശ്രീല പ്രഭുപാദർ ആ വർഷം ജന്മാഷ്ടമി ആഘോഷിച്ചത്. ജന്മാഷ്ടമിക്ക് അടുത്ത ദിവസം ശ്രീല പ്രഭുപാദരുടെ ജന്മദിനമായിരുന്നു. അന്നാണ് അദ്ദേഹം 70 വയസ്സ് തികച്ചത്. പക്ഷേ അദ്ദേഹം ആ ഒറ്റയ്ക്ക് പോയത് യഥാർത്ഥത്തിൽ പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. Here in the purport, Prabhupada is saying that the ship is the message of Lord Sri Krishna in shape of Bhagavad Gita or the Srimad Bhagavatam.
ഇവിടെ പ്രഭുപാദർ പറയുന്നുണ്ട് ഈ കപ്പൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സന്ദേശമാണ്. ഭഗവത്ഗീതയിലും ശ്രീമദ് ഭാഗവത്തിലും ഉൾക്കൊണ്ടിട്ടുള്ള സന്ദേശമാണ് ഈ കപ്പൽ വഹിക്കുന്നത് എന്ന്. So Srila Prabhupada was asked that you are traveling to foreign lands, and Prabhupada answered amazingly. He said, no, Srimad Bhagavatam is traveling to foreign lands. I am accompanied. പ്രഭുപാദരോട് ആരോ ചോദിച്ചു, അങ്ങ് വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണല്ലോ എന്ന്. അപ്പോൾ ശ്രീല പ്രഭുപാദർ വളരെ വിനമ്രതയോടുകൂടി പറഞ്ഞു, അല്ല, ശ്രീമദ് ഭാഗവതം വിദേശ രാജ്യങ്ങളിലേക്ക് പ്രയാണം ചെയ്യുകയാണ്, ഞാൻ ശ്രീമദ് ഭാഗവതത്തെ അനുഗമിക്കുകയാണ് എന്ന് പ്രഭുപാദർ പറഞ്ഞു. This was vision of Bhaktivedanta Swami Prabhupada. This was his mood, this was his humility, this was the depth of his understanding. ഇതായിരുന്നു ശ്രീല പ്രഭുപാദിന്റെ മനോഭാവം, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിനമ്രത, ഇതായിരുന്നു ശ്രീല പ്രഭുപാദരുടെ അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ, അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ ആഴവും വ്യാപ്തിയുമാണ് ഇത് സൂചിപ്പിക്കുന്നത്. Nobody knew he was going ahead, very insignificant man, 70 years old, sannyasi, traveling in a cargo ship. He was poised to become the world's greatest leader. ശ്രീല പ്രഭുപാദർ ഇപ്രകാരം ഒരു കപ്പലിൽ, ഒരു ചരക്ക് കപ്പലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഒരു പ്രസക്തിയുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് തോന്നിയേക്കാം. കാരണം അദ്ദേഹത്തെ ആരും അറിയില്ല. ഒറ്റയ്ക്ക് ഒരു സന്യാസി ഒരു ചരക്ക് കപ്പലിൽ യാത്ര ചെയ്ത് പാശ്ചാത്യ ദേശങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ലോകം അറിയപ്പെടുന്ന ഒരു വലിയ ആത്മീയ നേതാവാകാനുള്ള യാത്രയായിരുന്നു അത്. Srila Prabhupada was fully empowered to lead the world, and that was his plan. And he was landing in America 2 months later, and within the next 1 year he registered the International Society of Krishna Consciousness in 1966. ശ്രീല പ്രഭുപാദർ നേരിട്ട് ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ലോകമെമ്പാടും കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുക എന്നുള്ള നിയോഗമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ആ നിയോഗവും വഹിച്ചുകൊണ്ടാണ് അദ്ദേഹം 2 മാസക്കാലം യാത്ര ചെയ്ത് അമേരിക്കയിൽ ചെന്നിറങ്ങിയത്. അവിടെ ചെന്നിറങ്ങി 1 വർഷത്തിനകം അദ്ദേഹം അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ രൂപീകരണം നടത്തി. And Srila Prabhupada, when he was asked towards the end of his life, what will happen in the future, Srila Prabhupada, he said that people will talk about me as the person who came to the Western world and changed the course of history. He also knew that he is instrumental in doing something amazingly wonderful and totally different from all the people of this world. ശ്രീല പ്രഭുപാദരോട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ശ്രീല പ്രഭുപാദരെ, അങ്ങയുടെ കാലശേഷം അങ്ങ് എങ്ങനെയായിരിക്കും അറിയപ്പെടുക എന്ന്. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറഞ്ഞു, അതായത് ഈ ലോകത്തിൽ പാശ്ചാത്യ ദേശങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടെയുള്ള പാശ്ചാത്യ ലോകത്തിലുള്ള ആളുകളുടെ എല്ലാം ജീവിത രീതിയും ചിന്തകളും മാറ്റിമറിച്ച ഒരു വ്യക്തിയായിട്ടായിരിക്കും ഞാൻ അറിയപ്പെടുക. കാരണം ശ്രീല പ്രഭുപാദർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു അദ്ദേഹം ഇത്രയും വലിയ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണെന്ന പൂർണ്ണ ബോധ്യം ശ്രീല പ്രഭുപാദർക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. Prabhupada was filled with humility. Although he knew he was going to be that son, he was very, very Krishna conscious all the time.
Srila You see, the Prabhupada Bhagavatam describes Parsa Bhagavatam and the Bhagavatam. All Prabhupada said, accompanying the Bhagavatam. He was the walking, moving, breathing, speaking Bhagavatam, the person Bhagavatam. ഇത്രയും വലിയ ഒരു നിയോഗം വഹിച്ചുകൊണ്ട് പ്രഭുപാദർ പ്രവർത്തിച്ചുവെങ്കിലും അദ്ദേഹം എല്ലായ്പ്പോഴും പൂർണ്ണ വിനമ്രത പ്രകടിപ്പിച്ചിരുന്നു. അതായത് ഇതാണ് തന്റെ നിയോഗം എന്നുള്ള തിരിച്ചറിവോട് കൂടി തന്നെ അദ്ദേഹം എല്ലായ്പ്പോഴും വിനമ്രതയും പൂർണ്ണമായ കൃഷ്ണാവബോധസ്ഥനുമായ വ്യക്തിത്വമായിരുന്നു ശ്രീല പ്രഭുപാദൻ. ഭാഗവതത്തിൽ 2 തരത്തിലുള്ള ഭാഗവതത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഗ്രന്ഥഭാഗവതവും വ്യക്തി ഭാഗവതനും. അപ്പോൾ ശ്രീല പ്രഭുപാദർ പറഞ്ഞത് ഞാൻ ഭാഗവതത്തെ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗവതത്തെ അനുഗമിച്ചത് നടക്കുന്ന, ശ്വസിക്കുന്ന, സംസാരിക്കുന്ന വ്യക്തിമത് ശ്രീമദ് ഭാഗവതമാണ് ആ ഭാഗവതത്തിനോടൊപ്പം സഞ്ചരിച്ചത്. അതായിരുന്നു ശ്രീല പ്രഭുപാദർ. The introduction to Srimad Bhagavatam, Prabhupada starts off with the life story of Chaitanya Mahaprabhu. Just before, in his introduction, he mentions that Lord Chaitanya is person Bhagavatam. He also says that the Lord is leader of his devotees. ശ്രീല പ്രഭുപാദർ ഭാഗവതത്തിന്റെ ആമുഖത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ജീവിത ചരിത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശ്രീല പ്രഭുപാദർ പറയുന്നു, ശ്രീ ചൈതന്യ മഹാപ്രഭു വ്യക്തിഗത ഭാഗവതനായിരുന്നു. മാത്രമല്ല ഭഗവാൻ എല്ലാവരുടെയും നേതൃസ്ഥാനം വഹിക്കുകയും ചെയ്തിരുന്നു എന്ന് പ്രഭുപാദർ ചൂണ്ടിക്കാണിക്കുന്നു. Srila Prabhupada actually wanted to show the whole world how people can be happy in this world by keeping God in the center of their life. This is the great forgotten teaching, ancient Vedic tradition, great Indian civilization. He wanted to prove that that is correct, and he set up this whole International Society for Krishna Consciousness according to Lord Chaitanya's instructions. ശ്രീല പ്രഭുപാദർ നൽകിയ ഏറ്റവും വലിയ വരം എന്ന് പറയുന്നത് എപ്രകാരം ഭഗവാനെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ട് ഒരുവന് സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന് അദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിലെ മറന്നുപോയ ശിക്ഷണമായിരുന്നു. അത് ഇപ്പോഴും പ്രസക്തമാണ് എന്ന് തെളിയിക്കുക കൂടിയാണ് ശ്രീല പ്രഭുപാദർ ചെയ്തത്. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതിയുടെ രൂപീകരണം നടത്തിയത്. In the present situation in the world today, we know there is no leadership. People are struggling because they don't have leaders. You can see all over the world there is great turmoil. Just 1 gram of a virus has wreaked havoc all over the world. All leaderships have thrown us under. Nobody knows what to do, how to do, what people need, how to lead them, where to lead them. Nothing there. And these are the people we are depending on. ഇന്ന് ലോകം എല്ലാം ഒരു നേതൃത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് 1 ഗ്രാം പോലും ഇല്ലാത്ത ഒരു വൈറസ് വന്നിട്ട് ലോകത്തിലുള്ള നേതാക്കന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങോട്ടേക്ക് ഈ ജനങ്ങളെ നയിക്കണമെന്നറിയില്ല, എങ്ങനെ നയിക്കണം എന്നറിയില്ല. ഇങ്ങനെ ഇന്ന് ലോകത്തിൽ നേതൃസ്ഥാനം വഹിക്കുവാൻ കെൽപ്പുള്ള ആരുമേ ഇല്ല. പക്ഷെ നേതാക്കൾ എന്ന് ചമഞ്ഞിരിക്കുന്നവരെയാണ് ജനങ്ങളെല്ലാം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. In our great land of India, where we read the history of the Mahabharata, we know leaders are all devotees.
The kings were all rishis, and they were highly trained. They were devotees in the heart, and externally, without the personal vision, they were doing and performing with great responsibility leadership activities as per the guidance given by the Vedic Shastra, as per guidance given by the Brahmas, as per guidance given by rishis and sages. നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മൾ മഹാഭാരതത്തിൽ കാണുന്നുണ്ട്. എപ്രകാരമാണ് നേതൃസ്ഥാനം വഹിച്ചിരുന്ന വ്യക്തികളെല്ലാവരും വലിയ ഭക്തന്മാരായിരുന്നു. അവരെല്ലാവരും രാജഋഷികളായിരുന്നു. അവർ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നത് വൈദിക ഗ്രന്ഥങ്ങളിൽ നിന്നും അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ബ്രാഹ്മണരിൽ നിന്നുമാണ്. അപ്രകാരമാണ് അവർ നേതൃസ്ഥാനങ്ങൾ വഹിച്ചിരുന്നതും തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയിരുന്നതും. Over a period of time, because of history of religion in the Western world that we hear of, we know that leadership got separated from religion. They set aside religion and the kingship. Today we have religion totally booted out, and leaders who have no understanding of how to lead people, where to lead people in a godless civilization, and they are struggling so much. ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് എപ്രകാരമാണ് പാശ്ചാത്യ ദേശങ്ങളിൽ ഒരു കാലഘട്ടത്തിൽ മതത്തെയും നേതാക്കന്മാരെയും തമ്മിൽ വേർപിരിച്ച് നിർത്തിയത്. അതായത് നേതാക്കൾക്ക് മതവുമായിട്ട് ബന്ധമുണ്ടാകാൻ പാടില്ല എന്ന ഒരു സംസ്കാരം നിലവിൽ വന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് പടർന്നു പിടിച്ചതാണ് ഇന്ന് നമ്മൾ കാണുകയാണെങ്കിൽ മതം അഥവാ ധർമ്മം എന്ന് പറയുന്നതിനെ പൂർണ്ണമായും പുറത്താക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ധാരണയില്ലാത്ത നേതാക്കന്മാർക്ക് തങ്ങളുടെ അനുയായികളെ, തങ്ങളെ ആശ്രയിക്കുന്നവരെ ഏത് വിധത്തിൽ നയിക്കണം, എങ്ങോട്ടേക്ക് നയിക്കണം എന്നൊന്നും ഒരു ധാരണയുമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. And there are so many types of leaders. More of the leadership in this world, which is with a very hot topic, is leading people to become materially successful, to amass more wealth, to amass more control, to actually exploit matter, how to have sense gratification, how to actually be covetous and manipulate people, and how to influence people, all for the sake of material end. ഇന്ന് നേതൃത്വത്തെ കുറിച്ചിട്ട് നടക്കുന്ന ചൂടേറിയ ചർച്ചകളിലെല്ലാം ചർച്ചാ വിഷയമാകുന്നത് എപ്രകാരം നേതൃസ്ഥാനം വഹിക്കുന്നവർക്ക് തങ്ങളുടെ അനുയായികളെ കൂടുതൽ ഭൗതികമായ ഐശ്വര്യങ്ങളിലേക്ക് നയിക്കാൻ കഴിയും, കൂടുതൽ ഇന്ദ്രിയ പ്രീണനത്തിനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുവാൻ കഴിയും, എപ്രകാരം അവർക്ക് തങ്ങളുടെ അനുയായികളെ കൊണ്ടിട്ട് കൂടുതൽ അധികാരത്തിന് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിപ്പിക്കാൻ കഴിയും, എപ്രകാരം ഈ പ്രകൃതിയെ അതിനു വേണ്ടിയിട്ട് ചൂഷണം ചെയ്യാൻ കഴിയും, എപ്രകാരം തങ്ങളുടെ കീഴിലുള്ള അണികളെ ചൂഷണം ചെയ്യാൻ കഴിയും. ഇതെല്ലാമാണ് ഇന്ന് നേതൃസ്ഥാനം വഹിക്കുന്നവർ ചിന്തിക്കുന്നതും ലക്ഷ്യം വയ്ക്കുന്നതും. It is also materialistic, so external, and most of the leaders have nothing inside them. They are spiritually zero. Their personal leadership of themselves is in a big mess. But externally, materially, they become successful. And in the end, they commit suicide, or they do some dangerous activity, or they do something totally unexpected.
ആധുനിക കാലഘട്ടത്തിലെ നേതൃസ്ഥാനം വഹിക്കുന്നവരെ യഥാർത്ഥത്തിൽ നമ്മൾ അവരുടെ വ്യക്തിഗത ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളു പൊള്ളയാണ്. അതായത് ഉള്ളിൽ ഒരു വിഷയവുമില്ല, മാത്രമല്ല ആത്മീയമായിട്ട് അവരെല്ലാവരും വലിയ വട്ടപൂജ്യങ്ങളാണ്. പക്ഷേ പുറമോടി ഭൗതികമായി വളരെയധികം പ്രദർശിപ്പിക്കുകയും അന്ത്യത്തിൽ പോയിട്ട് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹീനമായ പ്രവൃത്തിയിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലുമെല്ലാം കാട്ടിക്കൂട്ടുക, ഇതെല്ലാമാണ് ഇന്നത്തെ നേതൃസ്ഥാനം വഹിക്കുന്നവരിൽ നമ്മൾ കണ്ടുവരുന്നത്. It's very unsuccessful leadership. So Prabhupada, you can say, is a full leader. First of all, he has shown that by his own personal sadhana, by his own personal accomplishment of pure Krishna consciousness, he has shown that leading yourself is a prerequisite for being a leader. ഈ നേതാക്കന്മാരെല്ലാവരും പരാജയപ്പെട്ടു പോയ നേതാക്കന്മാരുടെ ഗണത്തിൽപ്പെടുത്തേണ്ടവരാണ്. പക്ഷേ നമ്മൾ ശ്രീല പ്രഭുപാദരെ എടുക്കുമ്പോൾ അദ്ദേഹം പരിപൂർണനായ നേതാവാണ്. കാരണം അദ്ദേഹം സ്വന്തം ഉദാഹരണത്തിലൂടെയാണ് നമ്മളെ എല്ലാവരെയും നയിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ട് ആദ്യം തനിക്ക് തന്നെ നേതൃത്വം നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ നേതാവാകുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ശ്രീല പ്രഭുപാദരെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം സ്വന്തം ഉദാഹരണത്തിലൂടെ മറ്റുള്ളവർക്കെല്ലാം പ്രചോദനമായിട്ട് നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും വലിയ ഒരു നേതാവായി മാറുന്നത്. In other words, only a pure devotee of Krishna, or at least a devotee of Krishna, in any way be a leader of people. That's the first fundamental requirement. If you're not a devotee, if you're not a believer of God in his personal form, if you are not adhering to the teachings of God, how can we be a leader and lead people? That's a big thing. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നേതൃസ്ഥാനം വഹിക്കുന്ന ആൾക്ക് വേണ്ടത് അയാൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശുദ്ധഭക്തനായിരിക്കണം. ഇനി ശുദ്ധഭക്തൻ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ശ്രീകൃഷ്ണ ഭക്തനെങ്കിലും ആയിരിക്കണം. ദൈവത്തെ മാനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവം നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ നേതാവായി അവരെ നയിക്കുവാൻ അയാൾക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ചോദ്യമാണ്. So leadership means leading people from point A to point B, from 1 to 2, that they have personal development and they are able to actually help others to develop in a similar way and help others to become successful personally in their own lives. ആകയാൽ നേതൃത്വം എന്ന് പറയുന്നത്, നേതൃസ്ഥാനം വഹിക്കുക എന്ന് പറഞ്ഞാൽ ആ നേതാവിന്റെ കീഴിലുള്ള വ്യക്തികളെ ഒരു തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുകയും അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് വിജയം നേടുവാൻ അവർക്ക് കെൽപ്പുള്ളവരാക്കിയെടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നേതാവ് ചെയ്യേണ്ടത്. അതാണ് നേതാവിൽ നിയുക്തമായിട്ടുള്ള ഉത്തരവാദിത്വം. So from point 1 to 2, point A to B, the B situation is definitely better than the A situation. To look back and see, you will see they have made progress. Then you know you have been led properly because you experience the leadership. So Bhaktivedanta Swami Prabhupada led so many people. He is still leading people transformationally from one point to another point, and they can experience it in their lives by chanting Hare Krishna, by reading Bhagavatam, by associating with like-minded devotees and following the instructions of the Bhagavad Gita and the Bhagavatam. They can see themselves improving tremendously
and able to give this to others and change other people's lives also. This is proof of leadership. നേതൃസ്ഥാനം വഹിക്കുന്ന ആൾ ഒരു അനുയായിയെ നയിക്കുക എന്ന് പറയുമ്പോൾ ആ അനുയായിക്ക് അയാളുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന പുരോഗതി അഥവാ മാറ്റങ്ങൾ, ഗുണകരമായ മാറ്റങ്ങളിലൂടെ അയാൾക്ക് മനസ്സിലാകും. അതായത് ഞാൻ ഇപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ കൂടുതൽ നല്ലതാണ്, എനിക്ക് പുരോഗതിയുണ്ട് എന്ന് അനുയായിക്ക് തിരിച്ചറിയാൻ കഴിയുന്നു. അയാൾക്ക് സ്വയം അത് അനുഭവവേദ്യമാകുന്നുണ്ട്. ഇതാണ് ഒരു യഥാർത്ഥ നേതാവ്, നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ടുന്നത്. AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ ഇത് നമുക്ക് കൃഷ്ണാവബോധം നൽകുന്നതിലൂടെ തെളിയിച്ചിട്ടുണ്ട്, തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കലും ഭഗവത്ഗീത, ഭാഗവതം എന്നിവ പാരായണം ചെയ്യലും പഠിക്കലും ഒരേപോലെ മനസ്സുള്ള ഭക്തന്മാരുമായി സത്സംഗത്തിൽ ഏർപ്പെടുന്നതിലൂടെയും ഈ ഓരോ വ്യക്തിക്കും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഗുണകരമായ മാറ്റങ്ങൾ സ്വന്തം അനുഭവത്തിലൂടെ അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് യഥാർത്ഥ നേതൃത്വത്തിന്റെ ലക്ഷണം, അതിന്റെ ഫലം എന്ന് പറയുന്നത്. So Srila Prabhupada has automatically created leaders. A leader is a person who doesn't try to remain the only leader. He makes others, because there are so many people required to lead the world. So simultaneously, when Prabhupada was forming the organization, spreading it, he was training his disciples constantly to follow these principles, this sadhana, and also train others. So it was a dynamic multitasking of many things that were going on. And Srila Prabhupada was such an expert at it. ശ്രീല പ്രഭുപാദർ അദ്ദേഹം സ്വയം നേതൃസ്ഥാനം വഹിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം മറ്റുള്ളവരെയും, അതായത് എപ്പോൾ ഒരിക്കലും ഒരു അനുയായിക്ക് അനുഭവത്തിലൂടെ അയാൾ പഠിക്കുന്നുവോ അയാൾക്ക് ആ അനുഭവം പങ്കുവെച്ച് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു നൽകുവാൻ കഴിയും. അപ്പോൾ അതും ഒരു നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് അയാൾ മാത്രം നേതാവായിരിക്കുക എന്നല്ല, തൻ്റെ അനുയായികളെ എല്ലാവരെയും നേതൃസ്ഥാനം വഹിക്കുവാൻ കെൽപ്പുള്ളവരാക്കി എടുക്കുക എന്നുള്ളത്. ആ ഒരു വലിയ കാര്യവും ശ്രീല പ്രഭുപാദർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പ്രസ്ഥാനം സ്ഥാപിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ളവർക്കെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള പരിശീലനം ശ്രീല പ്രഭുപാദർ നൽകുകയും, കാരണം ലോകത്തിലുള്ള എല്ലാവർക്കും ഇങ്ങനെയുള്ള നേതൃസ്ഥാനം വഹിക്കുന്ന നേതാക്കളെ ആവശ്യമുണ്ട്, അവർക്കെല്ലാം ഇത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ അനുയായികളെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള പരിശീലനം ശ്രീല പ്രഭുപാദർ തന്റെ ഈ പ്രസ്ഥാനത്തിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ട്. So number one, leading yourself properly. That Prabhupada taught. Number two, he created leaders for the future. And he established the organization of the International Society of Krishna Consciousness. And he gave a whole blueprint on how to take the responsibility of leadership in this world. And he said in the future, definitely the Krishna conscious movement has to take over the leadership of this world. He had a very clear vision how this is going to be. ഒന്നാമത്തെ കാര്യം സ്വയം തന്നെ നയിക്കുക എന്നുള്ളത്. രണ്ട്, മറ്റുള്ളവരെ നയിക്കുകയും അവർ മറ്റുള്ളവരെ നയിക്കാൻ കെൽപ്പുള്ളവരാക്കുകയും ചെയ്യുക. മൂന്ന്, ശ്രീല പ്രഭുപാദർ ചെയ്തത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് ഈ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി സ്ഥാപിച്ചു. അതിനോടൊപ്പം തന്നെ ശ്രീല പ്രഭുപാദർ പറഞ്ഞു, ഭാവിയിൽ അന്താരാഷ്ട്ര കൃഷ്ണാവബോധ സമിതി ഈ ലോകത്തിന്റെ തന്നെ നേതൃത്വം ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ വ്യക്തമായ ഒരു രൂപരേഖ ശ്രീല പ്രഭുപാദർ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീക്ഷണം എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ വ്യക്തമായ അദ്ദേഹത്തിന് വീക്ഷണം ഉണ്ടായിരുന്നു. ഭാവിയിൽ കൃഷ്ണാവബോധ പ്രസ്ഥാനം ഈ ലോകത്തിന് തന്നെ നേതൃത്വം നൽകണം എന്ന രീതിയിലുള്ള വീക്ഷണം ശ്രീല പ്രഭുപാദർക്കുണ്ടായിരുന്നു.
again stop hearing you. But I shall continue to speak because so he created this organization and he had a clear vision of what he's doing. Never before anybody has thought in this huge expansive manner. Prabhupada's movement here is meant to take over the whole world. And Prabhupada went ahead. He made a skeleton framework. And everybody within decided everybody did not really gel with what Prabhupada was thinking and envisioning. It has taken us a long time to understand his books and experience. Oh, this is what Prabhupada meant. This is what he was trying to do. Now, after 50 years, and maybe even more, after 100 years and 1,000 years, we will raise more things. He's way ahead in envisioning thinking. ശ്രീല പ്രഭുപാദരുടെ വീക്ഷണം എന്ന് പറയുന്നത് വളരെ വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ശ്രീല പ്രഭുപാദർ. ശ്രീല പ്രഭുപാദർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ശ്രീല പ്രഭുപാദരുടെ വീക്ഷണത്തെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നതേയില്ല. പലതും ശ്രീല പ്രഭുപാദർ പറയുന്നത് അവർ വളരെ അതിശയത്തോടു കൂടി കേൾക്കുകയും കാണുകയും ചെയ്തു. 50 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്താണ് ശ്രീല പ്രഭുപാദർ ഉദ്ദേശിച്ചത് എന്ന്. 50 വർഷത്തിന് ഇപ്പുറത്തോട്ടും നമ്മൾ ഇപ്പോഴും ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങളെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിശ്രമം എന്ന് പറയുന്നത് 100 വർഷം 1000 വർഷങ്ങൾക്ക് അപ്പുറത്തോട്ടും നമുക്ക് തുടരേണ്ടതായിട്ട് വരും. എന്തുകൊണ്ടെന്നാൽ ശ്രീല പ്രഭുപാദരുടെ വീക്ഷണം അത്രമാത്രം വ്യാപ്തിയുള്ളതായിരുന്നു. So, Prabhupada, Srila Prabhupada, we can see that he's not at all an ordinary personality. And while he was doing this, nobody was praising him, nobody was giving him encouragement, and he was getting the right type of feedback. But all the time, he said he was guided by Krishna, guided by his spiritual master. And that was encouragement. And he's going ahead in spite of having followers who were very, very immature and who had not that type of vision at all. So when he said, Krishna did not give me first class people to start this movement. He gave me 4th class and 5th class. He meant this. ശ്രീല പ്രഭുപാദർ വളരെ വിശിഷ്ടനായ ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ കഴിയും. അദ്ദേഹത്തെ ആരും പ്രോത്സാഹിപ്പിച്ചില്ല, അദ്ദേഹത്തിനെ അഭിനന്ദിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ വീക്ഷണം പങ്കുവയ്ക്കുവാൻ അദ്ദേഹത്തിന്റെ തലത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം എല്ലായ്പ്പോഴും പറയുമായിരുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണനും എന്റെ ഗുരുനാഥനും എനിക്ക് നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ശ്രീല പ്രഭുപാദർ പറയുമായിരുന്നു, ഭഗവാൻ എനിക്ക് ഒന്നാന്തരം വ്യക്തികളെ തന്നില്ല ഈ പ്രസ്ഥാനം തുടങ്ങുവാനും നടത്തുവാനുമായിട്ട്. എനിക്ക് തന്നിരിക്കുന്നത് 3ാം കിടയും 4ാം കിടയും തരത്തിലുള്ള ആളുകളെയാണ് ഭഗവാൻ എനിക്ക് തന്നിരുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്. അദ്ദേഹത്തിന്റെ തലത്തിൽ ചിന്തിക്കുവാനും ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുമായിട്ടുള്ളവർ അദ്ദേഹത്തിന്റെ അനുയായികളിൽ ഉണ്ടായിരുന്നില്ല എന്നത്. So, you see, Prabhupada was knowing very well. He was not very popular. Prabhupada is becoming more and more popular increasingly as days go by. But when he was there, he did not have even money in his pocket. Like he said, 50 rupees he went with. He worked very hard. Nobody was recognizing this great treasure he was giving at time. Few people were understanding some things and follow.
So he was not greatly popular, but he was doing this broadcasting, having Rath Yatra, make a big scene, coming in teas and interviews and everything. And slowly people recognize the Hare Krishna movement because he was sending people out to chant and dance in the streets, distribute his books, call them for festivals. And this way he slowly created an impact about the movement. But still, it was not so widely known. And Prabhupada was not like a very popular person in the sense of being so many YouTube hits and Facebook hits and everything together. You know, so many million views and things like that. But popularity never affected Prabhupada. He was interested in doing his business. He knew that this will take over the world. I should do my part as the founder of this movement and as the person designated to do this. This is how he performed. ശ്രീല പ്രഭുപാദ് വളരെ വലിയ ഒരു ജനപ്രിയനായിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായിരുന്ന വ്യക്തിയോ അല്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ശ്രീല പ്രഭുപാദരെ ആരും അറിഞ്ഞിരുന്നതേയില്ല. പക്ഷേ അതിനുശേഷം ആളുകൾ പ്രഭുപാദരെയും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തെയും അറിഞ്ഞു തുടങ്ങിയപ്പോഴും ഈ പറയുന്നത് പോലെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ പുറകെ പോവുക, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രശസ്തി പ്രഭുപാദർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അത് പ്രഭുപാദരെ ഒരു വിധത്തിലും ബാധിച്ചിരുന്നതേയില്ല. അദ്ദേഹം തൻ്റെ സന്ദേശം എല്ലായിടത്തേക്കും ഏറ്റവും വ്യാപ്തിയോട് കൂടിയിട്ട് എപ്രകാരമെല്ലാം പ്രചരിപ്പിക്കാൻ കഴിയുമോ, ടെലിവിഷനുകളിൽ വിളിച്ചാൽ ഇന്റർവ്യൂവിന് പോകുക, തൻ്റെ ശിഷ്യന്മാരെ നിരത്തുകളിലേക്ക് തെരുവുകളിൽ പറഞ്ഞുവിട്ട് അവിടെ അവരെ കൊണ്ട് ജപം നടത്തിക്കുക, നൃത്തം ചെയ്യിക്കുക, തൻ്റെ ശിഷ്യന്മാരെ പല രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുക, ഇങ്ങനെയുള്ള തനിക്ക് ചെയ്യാനുള്ള തന്നിൽ നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു കർത്തവ്യം ശ്രീല പ്രഭുപാദർ അനുസ്യൂതം തുടർന്നുകൊണ്ടേയിരുന്നു. അതിൽ എനിക്ക് എത്രമാത്രം ജനസമ്മതി ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എത്ര പ്രശസ്തനാകുന്നു എന്നുള്ളത് ശ്രീല പ്രഭുപാദർ ഒരു കാലഘട്ടത്തിലും അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിന് ഒരു വില കൽപ്പിക്കുകയോ ചെയ്തില്ല. പ്രഭുപാദർക്ക് അറിയാമായിരുന്നു കൃഷ്ണാവബോധം എന്ന് പറയുന്നത് ലോകമെമ്പാടും പരക്കാനുള്ളതാണ്, പ്രചരിക്കാനുള്ളതാണ്. അതിൽ എനിക്ക് നിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ട് പോവുക, ഇത് മാത്രമാണ് പ്രഭുപാദർ ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം പ്രവർത്തിച്ചു പോന്നത്. You see, similar to this, you will see that Bhaktivedanta Swami Prabhupada is very popular now because his institution has been very big, but he may not be physically present here, I think. Bhaktisiddhanta Saraswati Thakur also became very popular. He established 64 Gaudiya branches all over India. Before him, Bhakti Vinod Thakur also very popular. And see Gaur Kishore Das Babaji Maharaj, who is the spiritual master of Bhaktisiddhanta Saraswati Thakur, was not all known to anybody. Neither was Jagannath Das Babaji known to everybody. But all of them were fixed in their heart on Krishna, on pure devotion, and on serving Krishna. Irrespective of what this world thinks about them, they did what they're supposed to do, bringing pure devotion to everybody. We can say Bhaktivedanta Swami accomplished something amazingly huge in comparison to Gaur Kishore Das Babaji Maharaj. But left to both of them know, I just maybe speculate, the importance is for a pure service attitude, and that is where they rested. And from that platform, they were doing things in this world for Krishna as according to what was required, what their role was, what assignment was, irrespective of whether people recognize it or not. This is very amazing. So, Krishna consciousness, your personal leadership is primary. From there flows automatically the external leadership. Prabhupada is a leader inside out.
He wanted all of us to be inside out leaders. He said, good management follows good Krishna consciousness. ശീല പ്രഭുപാദർ ഇന്ന് വളരെ പ്രശസ്തനാണ്. യൂട്യൂബിലും മറ്റുള്ള സാമൂഹിക മാധ്യമങ്ങളിലുമെല്ലാം ശീല പ്രഭുപാദർ ഇന്ന് വളരെ പ്രശസ്തനായിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു. പക്ഷേ ശീല പ്രഭുപാദരുടെ ജീവിത കാലഘട്ടത്തിൽ ഇത്രയും പ്രശസ്തി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇനി ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് 64 ഗൗഡിയ മഠങ്ങൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. അതിന് മുൻപോട്ടെടുത്താൽ അദ്ദേഹത്തിന്റെ പിതാവായ ഭക്തിവിനോദ് ഠാക്കൂറും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രശസ്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഇതിനിടയിലുള്ള ഗൗരകിഷോർ ദാസ് ബാബാജിയോ ജഗന്നാഥദാസ് ബാബാജിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അവരെ ആരുമേ അറിയുമായിരുന്നില്ല. പക്ഷേ ഇതിൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരാരും തന്നെ തങ്ങൾ പ്രശസ്തരാണോ, ആളുകൾ തങ്ങളെ കുറിച്ച് എന്താണ് പറയുന്നത്, എന്താണ് ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് അവർ അതിന് യാതൊരു മൂല്യവും കൽപ്പിച്ചില്ല. അവർ തങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള നിയുക്തമായിട്ടുള്ള പരിശുദ്ധമായ കൃഷ്ണഭക്തി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു ഉദ്യമത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധിച്ചിരുന്നത്. ഇത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് യഥാർത്ഥ നേതൃത്വം എന്ന് പറയുമ്പോൾ ശ്രീല പ്രഭുപാദർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉള്ളിൽ കൃഷ്ണാവബോധമുള്ള ഒരുവന് മാത്രമേ ആദ്യം സ്വയം അവനെ തന്നെ നയിക്കുവാനും അങ്ങനെ അവനെ തന്നെ സ്വയം ആ വ്യക്തിയെ തന്നെ നയിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ആ വ്യക്തിക്ക് മറ്റുള്ളവരെ നേരായ മാർഗത്തിലൂടെ നയിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പ്രഭുപാദർ പറയുമായിരുന്നു, മാനേജ്മെന്റ് എന്ന് വെച്ചാൽ ആദ്യം സ്വന്തം കൃഷ്ണാവബോധം, ഉള്ളിലുള്ള ആ എന്നെ നയിക്കുവാനുള്ള കഴിവ്, അതായിരിക്കണം പുറത്ത് മറ്റുള്ളവരെ നയിക്കുവാനുള്ള കഴിവായി മാറേണ്ടത്. In this way, Prabhupada defined leadership was by his own example. Don't think that you should think in your mind, I develop and become a pure devotee of Lord. I shall take up institutional responsibilities. That's all wrong. What Prabhupada told us, we should. Prabhupada spent equal amount of time in managing the institution, writing his books, in his own personal contemplation, preaching, everything together he did simultaneously. But they're all flowing from his own devotion to Krishna. ശ്രീല പ്രഭുപാദർ നേതൃത്വത്തെ കുറിച്ചിട്ട് നമുക്ക് വളരെ വിലയേറിയ പാഠങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ആരും ചിന്തിക്കരുത് ഞാൻ ആദ്യം ജപിച്ച് പഠിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു ശുദ്ധഭക്തനായി തീരും, അതിനുശേഷം ഞാൻ പ്രസ്ഥാനത്തിനെ സേവിക്കുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കും. ഇതെല്ലാം തെറ്റിദ്ധാരണകളാണ്. ശ്രീല പ്രഭുപാദർ ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഗ്രന്ഥരചനയിലും ഏർപ്പെട്ടു. തൻ്റെ സ്വന്തം കൃഷ്ണാവബോധം, തൻ്റെ സ്വന്തം ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അപ്പോൾ ഈ ഉദാഹരണം പ്രഭുപാദർ സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പങ്കുവെച്ച് നൽകിയിട്ടുണ്ട്. അല്ലാതെ എന്റെ ഭക്തി ആദ്യം ഞാൻ പരിപൂർണതയിൽ എത്തിച്ചതിന് ശേഷം ഞാൻ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കും എന്നുള്ള ചിന്തയല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ മറിച്ച് ശ്രീല പ്രഭുപാദർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാട്ടി തന്നിട്ടുള്ള ഉദാഹരണത്തെയാണ് പിന്തുടരേണ്ടത്. So, you see, Prabhupada, in his organization, he really very exemplary. He externally told us how to manage this organization. Internally told us how to lead ourselves in Krishna consciousness to devotion. And then you will see that he will shift from one to the other without any attachment or anything. When his son came and Prabhupada had to see him, his son came to ask money from Prabhupada. He said, I want to get financial. You are my father. Now you're very big. You have a colossal empire all over the world, millions of dollars. So Prabhupada understands the mentality of his son. And as for money, he told, become an agent for selling books and you can get commission.
But the boy is thinking, I should get easy money from my father. Why should I work? He's my father. But Prabhupada, he said, I have to ask governing body commission whether he can give you. And Krishna Maharaj asked. And Krishna Maharaj, on the face, immediately said, we don't have money for your son. And so Prabhupada turned around and said, I'm sorry. He had trained already his men that anything from the Krishnakant's movement can never be utilized for your personal need. It is only meant for spreading Krishna consciousness. This is a brilliant example. And we should never use anything from the movement for our own personal self. Prabhupada, even, at the same time he was very considerate. He told us, take a distribution of my books and you can get good mission. The boy was thinking, I'll get free money. That he didn't allow. പ്രഭുപാദർ നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ നമുക്ക് നമ്മളെ തന്നെ കൃഷ്ണാവബോധത്തിൽ നമ്മൾ നയിക്കണമെന്നും അതിലൂടെ നമ്മൾ മറ്റുള്ളവരെ നയിക്കാൻ കെൽപ്പുള്ളവരാകണമെന്നും. പ്രഭുപാദർ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്ന ഉദാഹരണങ്ങളെല്ലാം ഏറ്റവും ഉദാത്തമായിട്ടുള്ളതാണ്. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയാണ് നടന്നു പോകേണ്ടത്, അതിൽ യാതൊരു വിധത്തിലും ഉള്ള വ്യക്തിപരമായ താല്പര്യങ്ങൾ അവിടെ ഉണ്ടാകുവാൻ പാടില്ല. പ്രസ്ഥാനത്തിനുള്ളത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, അത് ആരുടെയും സ്വന്തം സ്വത്തല്ല. പ്രഭുപാദർ തന്നെ കൂടെ അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എപ്പോഴും കണ്ടിരുന്നത്. ഒരിക്കൽ ശ്രീല പ്രഭുപാദരുടെ സ്വന്തം മകൻ വരികയും അദ്ദേഹം അച്ഛനോട് പറയുകയാണ്, താങ്കൾ എൻ്റെ അച്ഛനാണ്, ഇപ്പോൾ അങ്ങ് വളരെ വലിയ ആളായിരിക്കുന്നു, മില്യൺ കണക്കിന് ഡോളറുകൾ അങ്ങയുടെ പ്രസ്ഥാനത്തിനുണ്ട്, അതുകൊണ്ട് എനിക്ക് പണം തന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദർ പറഞ്ഞു, എൻ്റെ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഏജന്റായി നിനക്ക് ഗ്രന്ഥങ്ങൾ എടുക്കാം, വിതരണം ചെയ്യാം, അതിലൂടെ കമ്മീഷനിലൂടെ നിനക്ക് പണം സമ്പാദിക്കാം. പക്ഷേ മകൻ വിചാരിച്ചു, ഇതെല്ലാം എൻ്റെ അച്ഛൻ്റെതാണല്ലോ, എന്തുകൊണ്ട് എനിക്ക് അച്ഛൻ പണം തന്നുകൂടാ? അപ്പോൾ വീണ്ടും മകൻ പ്രഭുപാദരോട് ചോദിക്കുകയാണ്. അപ്പൊ പ്രഭുപാദർ പറയുന്നു, എനിക്കിതിലൊരു തീരുമാനമെടുക്കാൻ പാടില്ല, കാരണം പ്രസ്ഥാനത്തിന്റെ ഒരു ഗവേണിംഗ് ബോഡി കമ്മീഷനെ ഞാൻ വച്ചിട്ടുണ്ട്, അവരാണ് തീരുമാനിക്കേണ്ടത്. എന്നിട്ട് പ്രഭുപാദർ അപ്പോൾ തന്നെ സംപൂജ്യ തമാൽ കൃഷ്ണ ഗോസ്വാമി മഹാരാജനോട് ചോദിക്കുകയാണ്, ഇവന് വെറുതെ പണം കൊടുക്കണമോ എന്ന്. അപ്പോൾ തമാൽ കൃഷ്ണ ഗോസ്വാമി പ്രഭുപാദരോട് മുന്നിൽ വെച്ച് യാതൊരു ഇതുമില്ലാതെ പറയുകയാണ്, ഒരാൾക്കും അങ്ങനെ സൗജന്യമായിട്ട് പണം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത്ര നല്ല രീതിയിലാണ് പ്രഭുപാദർ തൻ്റെ ശിഷ്യന്മാരെ അവർക്ക് പരിശീലനം നൽകിയിരുന്നത്. അതായത് ഒന്നും പ്രസ്ഥാനത്തിൻ്റെതായ ഒന്നും തന്നെ ആരുടെയും സ്വന്തം സ്വത്തായിട്ട് ഉപയോഗിക്കാനുള്ളതല്ല, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം സ്വത്തെന്ന ബോധത്തോടു കൂടി ഉപയോഗിക്കാൻ പാടുള്ളതല്ല എന്ന ഉദാഹരണം പ്രഭുപാദർ സ്വന്തം വ്യക്തി ആയിട്ട് പ്രഭുപാദർ എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് എന്ന് പ്രഭുപാദർ തൻ്റെ മകനുമായിട്ടുള്ള ഈ ഒരു ക്രയവിക്രയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. So, you see, we have to learn from the brilliant life teachings of Bhaktivedanta Swami Prabhupada. If we want to be successful in our personal spiritual life and in ISKCON for service, we should not think these are small things. We should Paka understand Prabhupada's books, his history, his teachings. Many things we can learn from Prabhupada's life and the way he did things, how he managed. But one thing is, never utilize anything in his movement, including your position, towards your personal gratification or to satisfy personal ambitions. It will make you failure and it'll make your teaching very, very difficult.
ശ്രീല പ്രഭുപാദരുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ അനേകം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ശ്രീല പ്രഭുപാദരുടെ ജീവചരിത്രം, ശ്രീല പ്രഭുപാദർ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, സ്വന്തം കൃഷ്ണാവബോധത്തിന് വേണ്ടിയിട്ട് എന്നുള്ളത് നമുക്ക് ശ്രീല പ്രഭുപാദരുടെ ജീവിതം കാണുന്നതിലൂടെ, അത് ജീവിതം പഠിക്കുന്നതിലൂടെ നമുക്ക് അതിൽ നിന്നും ഈ പാഠങ്ങളെല്ലാം പഠിക്കുവാൻ കഴിയും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് പഠിക്കുവാൻ കഴിയും. പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ഒന്നും തന്നെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ല. അതായത് പ്രസ്ഥാനത്തിൽ നമുക്ക് ഒരു സ്ഥാനം വഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥാനം പോലും നമ്മുടെ വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ഉപയോഗിക്കരുത്. അത് തീർച്ചയായിട്ടും നമ്മളെ ഒരു വലിയ പരാജയമാക്കി മാറ്റും എന്ന് മാത്രമല്ല, അത് നമുക്ക് നമ്മുടെ പ്രചാരണ ജോലികളെ വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനമായിട്ട് നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യമാണ്. So our lessons we went through is how to lead yourself, how to make leaders, how the leadership is defined by Prabhupada and how we should follow it. Being members of the society is gone. Fourth thing I want to talk about is the amazing output, the outcome. Prabhupada that his movement is meant to make people fortunate. When a disciple went to Prabhupada and asked Prabhupada, how is it, Prabhupada, that I have changed so much? I was lying in that ditch at drunkard. Overnight, so many wonderful things have happened. It's been a year and a half. I am getting up early in the morning, chanting Krishna's name. My habits have completely changed. My lifestyle has changed. My ideals have changed. My ideals are so lofty. And everything's changed for the good. How did it happen so fast? Prabhupada turned to him with tears in his eyes and said, I brought good fortune for you. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, എങ്ങനെയാണ് നമ്മൾ സ്വയം നയിക്കുക, രണ്ട്, എങ്ങനെയാണ് നമ്മൾ നല്ല നേതൃസ്ഥാനം വഹിക്കുന്ന വ്യക്തികളായി മാറുക, മൂന്ന്, എപ്രകാരമാണ് പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതെന്ന് പ്രഭുപാദർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ, നാലാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീല പ്രഭുപാദർ ഈ പ്രസ്ഥാനത്തിലൂടെ നമുക്കെല്ലാവർക്കും കൊണ്ടുവന്നിട്ടുള്ള മഹാഭാഗ്യം. ഒരിക്കൽ ഒരു ശിഷ്യൻ പ്രഭുപാദരോട് ചോദിച്ചു, ഞാൻ വളരെ പതിതനായിരുന്നു, എനിക്കില്ലാത്ത ദുസ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ 1.5 വർഷക്കാലത്തിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ ദുസ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഞാൻ വളരെ വലിയ മൂല്യങ്ങളോ മുൻനിർത്തിക്കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ നേരത്തെ എഴുന്നേൽക്കുന്നു, എൻ്റെ ജപം ചെയ്യുന്നു, ജീവിതം തന്നെ പൂർണ്ണമായിട്ട് മാറി മറിഞ്ഞു പോയിരിക്കുന്നു. പ്രഭുപാദരെ, ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, അങ്ങ് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ശ്രീല പ്രഭുപാദരോട് ആ ശിഷ്യൻ ചോദിച്ചപ്പോൾ പ്രഭുപാദർ ആ ശിഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വലിയ സൗഭാഗ്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. So Prabhupada has made all of us fortunate by giving us the holy name, giving us Krishna consciousness, giving us ISKCON, which is a huge opportunity for rendering many different types of services. When we assume a leadership position, when we have a title, when we have material asset, even if you have a personal good karma, all these things we should learn to utilize for the sake of making other people fortunate by giving Krishna consciousness. It is a movement meant to make people fortunate in the real sense of the word, not material fortune, not hitting a lottery, not these things, but opportunity to easily go back to God. This is what this movement is doing.
It is doing a fantastic job, which you can never get anywhere in all 40 worlds in this universe. Getting to go back to God and taking people back to Godhead. It is a collective enterprise. Don't be selfish. Don't think you alone should go back to Godhead. Our business is to take everybody along with us, make everybody fortunate. That's why it's called Sankirtanam. Bahubi militva kirtayate sankirtanachate. Don't do some kirtan in a corner, selfishly exploiting and using resources for your own self, for your own promotion. ശീല പ്രഭുപാദർ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ ഈ ഇസ്കോൺ എന്ന മഹാപ്രസ്ഥാനത്തിലൂടെ നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പ്രഭുപാദർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ സൗഭാഗ്യത്തിന് നമ്മളെല്ലാവരും കടപ്പെട്ടവരായിരിക്കണം. അതിലൂടെ നമുക്ക് ഈ പ്രസ്ഥാനത്തിൽ ലഭിച്ചിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സത്കർമ്മം കൊണ്ട് കിട്ടിയിട്ടുള്ള പല കാര്യങ്ങൾ, ഇവയൊന്നും തന്നെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാതെ ഈ സൗഭാഗ്യം മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടും ഈ സൗഭാഗ്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനുമായിട്ടും വേണം നമ്മൾ ഇതിനെല്ലാം ഉപയോഗപ്പെടുത്തുവാനായിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ഭഗവത്ധാമത്തിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള അവസരം നൽകുന്ന പ്രസ്ഥാനമാണ്. ഇത് ഏറ്റവും വലിയ ഭാഗ്യം എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് വേണം ഇതിൽ പ്രവർത്തിക്കുവാനായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ സങ്കീർത്തനം, അതായത് എല്ലാവരും ചേർന്ന് ചെയ്യുന്നതിനെയാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് നമ്മൾ നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട്, എൻ്റെ സ്വേച്ഛയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ഇത് ഒരിക്കലും ചെയ്യരുത്. ഇത് എല്ലാവർക്കും പങ്കുവയ്ക്കുവാനും എല്ലാവരിലും ചെന്നെത്തിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുവാനും പ്രവർത്തിക്കുവാനും. So it is my very, very humble request to all the devotees in Kerala on this very auspicious day, Prabhupada's visit to Cochin 55 years back, that we should all very maturely sit down, discuss these things on how to preach Krishna consciousness in Kerala, how to distribute Prabhupada's books in Kerala, how to give this fortune to everybody and make them conscious. This will please Prabhupada very much. It will make all of us very happy internally and externally, and we will all be very successful. മഹാരാജ് പറയുകയാണ്, അദ്ദേഹം കേരളത്തിലുള്ള എല്ലാ ഭക്തന്മാരോടും അഭ്യർത്ഥിക്കുകയാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് എപ്രകാരം കേരളത്തിൽ ഈ കൃഷ്ണാബോധം പ്രചരിപ്പിക്കാം, എപ്രകാരം നമുക്ക് ശ്രീല പ്രഭുപാദരെ വിഭാവനം ചെയ്തതുപോലെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാം, എപ്രകാരം കൃഷ്ണാബോധം എന്ന് പറയുന്ന സൗഭാഗ്യം കേരളത്തിലുള്ള എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടുകൂടി ഒത്തുചേർന്ന് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. അതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ആന്തരികമായ സന്തോഷവും ബാഹ്യമായിട്ടുള്ള ആനന്ദവും ഇതിലൂടെ ലഭ്യമാകുമെന്നും കൂടെ മഹാരാജ് ഇവിടെ പറയുകയാണ്. Definitely has been a little difficult place to preach Krishna consciousness. We have a mix of Muslims, we have a mix of Christians, we have hardcore communists, we have Mayavadis, we have amazing heterogeneous mix of all sorts of people. All of them intelligent people also. And they right for accepting the consciousness. Just that there be a little extra false ego. But by the mercy of Chaitanya Mahaprabhu, by the mercy of Krishna, by reading those books, they will be changing. Their heart will change. And we all have to sit together and strategize
how to do this. Prabhupada said, I want all of you to use your head, break your head in thinking how to establish Krishna consciousness. And that is the duty of all the leaders. So on this very wonderful historical day of the 55th year of Prabhupada's visit to Kerala, we pray to Bhaktivedanta Swami Prabhupada that we be able to distribute books, change the heart of people, and we promise there will be a mature group of leaders, a mature group of devotees who will, without any personal ambition, work for this movement and spread Krishna consciousness. മഹാരാജ് പറയുകയാണ്, കേരളത്തിൽ കൃഷ്ണാബോധം പ്രചരിപ്പിക്കുക എന്നത് മറ്റ് പ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്പം കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നാം. ഇവിടെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ധാരാളം കമ്മ്യൂണിസ്റ്റുകളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. പക്ഷേ കേരളത്തിലുള്ള ജനങ്ങൾ പൊതുവെ നല്ല ബുദ്ധിയുള്ളവരാണ്. ഒരല്പം അഹങ്കാരം കൂടുതലുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കേരളത്തിൽ നേതൃസ്ഥാനം വഹിക്കുന്ന, കേരളത്തിൽ പ്രചാരണം നടത്തുന്ന എല്ലാവരും ഒത്തുകൂടി അതിനുവേണ്ടി നല്ല ഒരു വീക്ഷണത്തോടു കൂടിയിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുവാനും ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വർദ്ധിതമായി വിതരണം ചെയ്യുവാനും നമുക്കെല്ലാവർക്കും സാധിക്കും. ഇത് വളരെ ചരിത്രപരമായ ഒരു മുഹൂർത്തമാണ്. ശ്രീല പ്രഭുപാദർ കൊച്ചിയിൽ വന്നതിന്റെ 55ാമത്തെ വാർഷികമായതുകൊണ്ട് നമുക്കെല്ലാവർക്കും AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വളരെ വിജയകരമായി കേരളത്തിൽ ഉടനീളം കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാൻ സാധ്യമാകും. It's a great opportunity now. It's a historical journey of Prabhupada along with the Bhagavatam from Cochin to America and conquest of the whole world. And this is the time of Tripurnima. And everybody all over the world is trying to distribute Bhagavatam sets. And we are historically placed in terms of distribution of the Bhagavatam from the land of Cochin, where he took the Bhagavatam set into the ship Jaladuta. So in this particular event, every year we should be able to offer to Prabhupada. So many thousands of sets of Bhagavatam were distributed this year. This is what we should give as an offering every year to Prabhupada. From this point onwards, till the next Jaladuta Utsavam that we do, we should take Sankalpa. So many thousands of sets we will distribute. I am surprised. I totally predict 3,000 Bhagavatam sets. And still many are still remaining in the ground. It looks like many devotees themselves have not Bhagavatam sets. And this historical Cochin city, we should rename it Bhagavatam city, where there is Bhagavatam going out from Prabhupada's books, from Prabhupada's Jaladuta to the whole world. And there is Bhagavata Saptaha everywhere. And everybody knows about Bhagavatam. We should be able to do something amazing as an offering Prabhupada every year. How many of you are willing to do this? Please raise your hand and say Hari Bol Jai. Hari Bol. Hari Bol. So it may not be enough if you only do lip service of Hari Bol Jai. You may have to actually book Bhagavatam sets and sell them out. And you can mentally make an offering. You can actually mention to your leader, whether you're a Namahat center, your extension center, preaching center, house program, temple. Prabhuji, I want to book 10 sets
in this year, I will sell 10 sets. I will sell 35 sets. I said 2 sets. I'll sell 1 set. Whatever it is, make a sankalpa today. This is the way to actually honor Bhaktivedanta Swami Prabhupada's historical Jaladuta Utsava. Let us make it a concrete outcome. Okay? Right. So I'll stop here. I wanted to speak many more things, but because of technical difficulties and the time required for translation and other things, we are not able to do much. But at least we made a beginning this year. I thank the Kochi team headed by Gopal Gaura Gurudasa, who has endeavored to put this program together with his members. All glory to them. And I have to thank Govind Giri very much for patiently translating very crisp, very clear in chaste Malayalam. And we want to all beg for the mercy of Bhaktivedanta Swami Prabhupada and our dear Guru Maharaj for blessings to further preaching in Kerala. ശീല പ്രഭുപാദർക്ക് നമുക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത് കൊച്ചിയിൽ നിന്നും ജലദൂതയിലാണ് ഭാഗവതം ലോകമെമ്പാടും പോയത്. അതുകൊണ്ട് നമുക്ക് ഈ ജലദൂത ഉത്സവത്തിന് ഒരു അന്വർത്ഥമാക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നത്, അടുത്ത ജലദൂത ഉത്സവം നമ്മൾ അടുത്ത വർഷം ആഘോഷിക്കുന്നതിന് മുൻപായി നമുക്ക് ഓരോരുത്തർക്കും മനസ്സുകൊണ്ടൊരു സങ്കല്പം എടുക്കാം. ഞാൻ ഇത്ര ഭാഗവതം സെറ്റുകൾ ഈ ഒരു വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യുമെന്ന്. ഈ സത്സംഗത്തിലുള്ള ഓരോരുത്തർക്കും ഒരു സങ്കല്പം എടുക്കാം. അത് അവരവരുടെ നാമഹട്ടകളിൽ അല്ലെങ്കിൽ അവരവർ പങ്കെടുക്കുന്ന സത്സംഗങ്ങളിൽ അത് അറിയിക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രവർത്തിക്കാം. അങ്ങനെ ശ്രീല പ്രഭുപാദർക്ക് അടുത്ത വർഷം നമുക്ക് സമർപ്പിക്കാൻ കഴിയണം. ഇത്ര 1000 ഭാഗവതം സെറ്റുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ടിട്ട് നമ്മൾ വിതരണം ചെയ്തു എന്ന്. അതാണ് തികച്ചും പ്രഭുപാദർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമർപ്പണം എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ഇടങ്ങളിലും ശ്രീല പ്രഭുപാദരുടെ ഭാഗവതം നമ്മൾ പ്രചരിപ്പിക്കണം. ഭാഗവതം അവിടെയെല്ലാം വിതരണം ചെയ്യണം. അവിടെയെല്ലാം ഭാഗവത സപ്താഹങ്ങളിലൂടെ നമ്മൾ മറ്റുള്ളവരെ ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കണം. ഇതെല്ലാമാണ് നമുക്ക് ശ്രീല പ്രഭുപാദർക്ക് ജലദൂതയിൽ അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങിയതിനെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യാവുന്ന സമർപ്പണം എന്ന് പറയുന്നത് ഇതാണ് എന്ന് മഹാരാജ് നമ്മളോട് പറയുകയാണ്. എല്ലാവരെയും അദ്ദേഹം ഈ അവസരത്തിൽ പ്രഭുപാദരുടെ അനുഗ്രഹത്തിന് അദ്ദേഹം അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ. So even today, till September 2nd, when Bhadra Purnima occurs, you can take a sankalpa and execute it. All over the world, people are distributing Bhagavatam sets. So let's start off right away, and please book your persons and ship sets to them as soon as possible. And that will be very pleasing. So thank you very much. We hope to be able to see again the evening when His Holiness Jayapataka Swami Raj Gurudev will also be present in address at 8:30 p.m. And we hope to get the association and blessings of His Holiness Jayapataka Swami Maharaj Gurudev, so that when further our preaching in Kerala, distribute books and these Upad Krishna. Thank you, Hare Krishna. ഹരേ കൃഷ്ണ. ഇന്ന് വൈകിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കണ്ടുമുട്ടാം. ശ്രീല ജയപതാക സ്വാമി മഹാരാജ് ഗുരുദേവ് നമുക്ക് എല്ലാവർക്കും ഇന്ന് വൈകുന്നേരം സത്സംഗം നൽകുന്നതാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒന്നുകൂടെ ഒത്തുകൂടാം. അതോടൊപ്പം തന്നെ ഈ ഭാദ്ര പൂർണിമ സെപ്റ്റംബർ 2-ാം തീയതി വരികയാണ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ഭാഗവതം സെറ്റുകൾ വിതരണം ചെയ്യാനുള്ള സങ്കല്പം നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കാവുന്നതാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഭാഗവത സെറ്റുകൾ കൈപ്പറ്റുകയും അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുകയും ആളുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തുകയും
ചെയ്യാവുന്നതാണ്. ഹരേ കൃഷ്ണ. Om Tat Sat. Hare Krishna. Thank you, Maharaj. Gopal Gaur Prabhu, over to you. Hare Krishna. Maharaj, there are two questions. There are three questions basically. Three have raised hands. If you have time, we will take it up. Yes, I can. Okay, so first to Girija Gayatri Mataji, I've been trying to unmute you. So please, one second. We're trying to unmute you. Please unmute yourself and ask a question. ദയവായിട്ട് അൺമ്യൂട്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുക. Hare Krishna. Yes. Okay. Somebody else also raised their hand, so please come now. Otherwise, the third question is, it's my personal question. Please go ahead with your personal question first. Yes, Maharaj. Maharaj, first of all, thank you for this very deep, thought-provoking class. For me personally, it seemed like this class is holding a mirror in front of me for introspecting. So my question is something which probably you would have already covered in the class, but since there are many leaders here now listening to, and it is also a personal question I'm asking. Srila Prabhupada, you said like three aspects. One is Srila Prabhupada's leading himself, and the second thing is Srila Prabhupada's leading other people, and the third is Srila Prabhupada's managing the institution of ISKCON. Now, for Srila Prabhupada, it was these three were this one aspect of his service. So there was no, he seamlessly transitioned from one to the other. But in cases of much lesser mortals like me, there is this tendency to focus more on the things to do in terms of management, because those things always seem urgent and important. But when it comes to taking care of, not exactly taking care, but leading myself and properly representing the organization and taking care of my spiritual life, it is always, doesn't seem so urgent, but I know it is important. So my question is, how do we find the right balance and how do we move forward? Thank you, Maharaj. Well, thank you, Paul Gaura Guru Dasa, for your question. This is a question of balancing. So it is something that has been done in a great way in the past, maybe. Prabhupada is our scintillating example. And also his followers, many of them who take up these responsibilities. So, ഇതിനെ മലയാളത്തിൽ ഒന്ന് തർജ്ജമ ചെയ്യണം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് അവർക്ക് മനസ്സിലാവുന്ന പോലെ ഗോപാൽ ഗൗര ഗുരു ഒന്ന് മലയാളത്തിലെ പറയും. നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ ചോദ്യം ഇതായിരുന്നു, ശീല പ്രഭുപാദിനെ കുറിച്ച് മഹാരാജ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം സ്വയം തന്റെ ആത്മീയ ജീവിതം എങ്ങനെ ലീഡ് ചെയ്യുക, സ്വയം തനിക്ക് തന്നെ നേതൃത്വം നൽകി ശീല പ്രഭുപാദ്. രണ്ടാമത്, മറ്റുള്ളവർക്ക് നേതൃത്വം ശീല പ്രഭുപാദ് നൽകി. മൂന്നാമതായി, മാനേജ്മെന്റ്, അതായത് ഈ പ്രസ്ഥാനത്തിന്റെ ദൈനംദിന പ്രവർത്തന കാര്യങ്ങളിൽ ശീല പ്രഭുപാദ് വളരെ ജാഗരൂകത പുലർത്തിയിരുന്നു. ശീല പ്രഭുപാദിനെ സംബന്ധിച്ച് ഇതെല്ലാം ഒരേ സേവനത്തിന്റെ മൂന്ന് വശങ്ങളായിരുന്നു. അദ്ദേഹത്തിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാൻ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്നെ പോലുള്ള സാധാരണ ഭക്തിയിൽ മുന്നേറാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും മാനേജ്മെന്റ് കാര്യങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ, അത് കൂടുതൽ പ്രാധാന്യമുള്ളതായും ഇന്ന് തന്നെ ചെയ്തു തീർക്കണം എന്നുള്ളതായും, സ്വയം എനിക്ക് തന്നെ നേതൃത്വം നൽകുക, എന്റെ ഭക്തിയിലും പെരുമാറ്റത്തിലുള്ള നിലവാരം ഉയർത്തുക,
ഈ കാര്യങ്ങൾക്കൊക്കെ രണ്ടാമത് പ്രാധാന്യമാണ് ഞാൻ കൽപ്പിക്കാറ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ, ഈ മൂന്ന് കാര്യങ്ങളും തമ്മിലുള്ള ഒരു സന്തുലനം, ഒരു ബാലൻസ് കൊണ്ടുവരാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഹരേ കൃഷ്ണ. So my answer is that you are a corporate man. You were earlier working in the IT sector. So you were also working in the outside world and also performing your sadhana and Krishna consciousness. And now maybe you have taken up, for the sake of Prabhupada's movement, leadership role in Cochin, and you are also performing for the sake of the institution. First thing you must understand, it is not management, it is devotional service. It is this service that is going to enhance your Krishna consciousness. It is an offering to Guru Krishna, to Prabhupada, and it is going to help so many people to become Krishna conscious. So it is devotional service. It is not management. Right? First, what you call, affirmation we should have in our mind. I am not simply doing some management like I did in the corporate world. I am doing devotional service, and it's coming in this form to me because I am having this experience. So Krishna is wanting me to do this. Guru is wanting me to do this, and therefore I shall do it in that right mode. This is foundational affirmation that it is not present will make all sorts of problems. So Prabhupada, for him, management was very natural. Even his personal Krishna consciousness, although we say self-leadership and all that, he was a pure devotee of the Lord. He was completely absorbed in Krishna. So for him, self-leadership came very naturally, organically. So also came the management side. He did not feel at any time, oh, this management, I don't want to do this. And most told his disciples, I am very old now. I want to focus on writing my books. You please take up the management. That's all. He said, I want to direct my G towards this. So we should first understand that we are not doing some thankless thing. We should not be pure devotional services. You should do what is required. It is that you will do what you like. Of course, initially we are encouraged to do whatever we like, but gradually we should do what pleases Prabhupada, what pleases Guru, what pleases Krishna, irrespective of whether it pleases us or not. Because the real satisfaction we can get is by seeing Guru and Krishna pleased. That is real success, eternal success. So this is the meaning of saying servant of the servant of the peace. Prabhupada, his example assures us. It is very difficult for a 70-year-old man to cross the seas after 2 heart attacks and go and have another stroke within 1 year and establish the mission, travel all over the world and preach Krishna consciousness and go 14 times around the world and take a headache of an institution, of properties, of being, of counseling so many, establishing a leadership, establishing the GBC. So many things he did. He could have sat down in Vrindavan in a nice matha, had disciples cook for him, and comfortably passed away from the world in Vrindavan. You should know this. So we should voluntarily take up sacrifice for Prabhupada's movement. The sacrifices, people will speak ill of you. You will feel inadequate. You will make mistakes. And then many things happen like this. But if you do it with humility, if you're willing to learn,
willing to listen to your seniors and in tune their experience, examine and execute with deliberation, and be patient while rendering your sadhana, cultivate the mood of service and perform, you will get both internal and external success. This is what Prabhupada taught us from his own life. So this is my general answer to the question. Now you try to translate that. Hare Krishna. പ്രസ്ഥാനത്തിനെ നയിക്കുക അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്ന് പറയുന്നതിനെ ഒരു ഭക്തിയുത സേവനം, അതായത് എൻ്റെ ഭക്തി, ഞാൻ ചെയ്യുന്ന ഭക്തിയുത സേവനത്തിൽ നിന്നും അതിനെ വേർപെടുത്തി കാണുമ്പോഴാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ശ്രീല പ്രഭുപാദർ ചെയ്തിരുന്നത് എന്താണ്? അദ്ദേഹത്തിന്റെ ജപമാണെങ്കിലും അദ്ദേഹത്തിന്റെ കൃഷ്ണാവബോധമാണെങ്കിലും അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തെ സ്ഥാപിക്കുവാനും അതിനെ നടത്തിക്കൊണ്ടുപോകാനും അതെങ്ങനെ നടത്തണമെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാനും എല്ലാം വളരെ അനായാസേന അദ്ദേഹത്തിന് സാധിച്ചു. കാരണം ഇതെല്ലാം ഒരേപോലെയാണ് അദ്ദേഹം കണ്ടിരുന്നതും ഇതിനെല്ലാം ഒന്നുപോലെ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. അതായത് ഇതിനൊരു ഭാരമായിട്ട് കാണാതെ, ഇത് ഞാൻ ഭൗതിക ലോകത്തിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യം മാനേജ് ചെയ്യുന്നത് പോലെ, ഭൗതിക ലോകത്തിൽ ഞാൻ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടു പോകുന്നത് പോലെയുള്ള ഒരു ഉത്തരവാദിത്വമാണ് എന്ന രീതിയിൽ ഇതിനെ കാണാതെ, ഇതും എൻ്റെ സേവനത്തിന്റെ ഭാഗമാണ്, എന്തുകൊണ്ടെന്നാൽ ഇതും ഞാൻ പ്രഭുപാദരുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന സേവനങ്ങൾ, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ, അവയെ നമ്മുടെ വ്യക്തിപരമായ കൃഷ്ണാവബോധത്തിനെ എപ്രകാരം നമ്മൾ നയിക്കുന്നുവോ കൊണ്ടുപോകുന്നുവോ അതിനോടൊപ്പം തന്നെ ഇതിനെയും കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നമ്മുടെ വീക്ഷണം നമ്മൾ മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് എന്തോ ഒരു വലിയ തലവേദനയാണ്, അല്ലെങ്കിൽ ഇത് എൻ്റെ തോളിൽ വെച്ചിരിക്കുന്ന ഒരു വലിയ ഭാരമാണ് എന്ന രീതിയിൽ ഇതിനെ കാണാതെ, ഇതും പ്രഭുപാദർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നൊരു ബോധം. കാരണം തുടക്ക കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്യുവാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. എന്താണോ എനിക്ക് സുഖകരമായിട്ട് ചെയ്യാൻ കഴിയുന്നത് അത് മാത്രം ചെയ്യാൻ ഞാൻ പൊതുവെ താല്പര്യപ്പെടും. പക്ഷേ നമ്മൾ ഇതിൽ കുറച്ചുകൂടെ നമ്മൾ പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് മാത്രമല്ല ചെയ്യേണ്ടത്. ശ്രീല പ്രഭുപാദരെ പ്രീതിപ്പെടുത്തുവാനും കൂടെ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് സ്വയം ആത്മപരിശോധന ചെയ്യുകയും അതിനോടൊപ്പം നമ്മൾ അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയും. ഹരേ കൃഷ്ണ. Haribol, I hope that answers your question. Thank you very much, Maharaj. Yes, it indeed does. So if we can have one more question as the last question, then we can wind up. Yes. Anyone, if there is a question in the chat box. Okay, yeah, chat, there's a question. Okay. There's a question on the chat. I'm reading out the question. One second. Yes, the question is, Hare Krishna Maharaj, should we be self-conscious during worshipping Krishna? That is what is real devotion. It's a question mark at the end. The question is from Satish Krishna. We'll always be conscious, and that includes self-consciousness. So, in the process of realization, there is something self-realization, there is something called God-realization. But if we try to realize God, automatically self-realization occurs because it is part of God realization. So when we are serving Krishna with a mood of service, the byproduct is you will become conscious of yourself. So Bhagavad Gita's principles speak about how to know that you are not this body, your spirit, soul, and we are conscious of that fact. So that is the fundamental
your understanding. So when we worship deity of the Lord, we are knowing that I am spirit soul. I am a parcel of Krishna. Krishna is the supreme personality of Godhead. He is the most lovable supreme Lord. And if we render service to deity with that affirmation, with that foundation understanding, then everything occurs. Self-consciousness, Krishna consciousness, and Lokahitam, for benefit for everybody else, automatically occurs, right? So definitely Krishna consciousness includes self-consciousness, self-realization. I hope it helps you. കൃഷ്ണാവബോധം ആണ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടാകേണ്ടത്. അതിലൂടെ സ്വത്വത്തെക്കുറിച്ചുള്ള ബോധം, ആത്മസാക്ഷാത്കാരം എന്നിവ കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. ഞാൻ ചെയ്യുന്ന സേവനമെല്ലാം പരമപുരുഷനായ ശ്രീകൃഷ്ണന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് എന്ന അവബോധത്തോടു കൂടി ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ ക്രമേണ ഞാൻ ആരാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള അവബോധവും എനിക്ക് തന്നെ ഉണ്ടാകും. അതിലൂടെ എൻ്റെ ആത്മസാക്ഷാത്കാരവും സംഭവിക്കും. ഇത് ലോകഹിതത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ചിന്തയും കൂടെ അതിനോടൊപ്പം ചേരുമ്പോൾ അത് ഏറ്റവും, ഞാൻ ചെയ്യുന്ന ഏതൊരു സേവനമാണെങ്കിലും, അത് വിഗ്രഹാരാധനയാണെങ്കിലും മറ്റെന്തൊരു സേവനമാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും, ഇതെല്ലാം പരമപുരുഷ ഭഗവാന് വേണ്ടിയിട്ട്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, പൂർണ്ണ കൃഷ്ണാവബോധത്തോടു കൂടി ഞാൻ പ്രവർത്തിക്കുകയാണെങ്കിൽ, അതിൽ എന്നെ കുറിച്ചുള്ള അവബോധവും ആത്മാവ്, ഞാൻ എങ്ങനെയാണ് എന്നെ സാക്ഷാത്കരിക്കേണ്ടത്, എന്റെ സ്വത്വത്തെ സാക്ഷാത്കരിക്കേണ്ടത്, ഇതെല്ലാം ഇതിനോടൊപ്പം തന്നെ സംഭവിക്കും. ഹരേ കൃഷ്ണ. Om Tat, Hare Krishna. Thank you all very much for your time, your energy to promotional conscious Cinderella and other places. Oh, may Krishna's blessings be on all of you. Srila Prabhupada. Hare Krishna. Hare Krishna. Thank you very much, Maharaj, for taking so much patience and kindness upon us for the past 2 hours, giving us such wonderful nectar. And this class seems to me like a compass we should keep referring to again and again to see whether we are going in the right direction in Krishna consciousness. And I'm sure like all the more than 100 devotees who were participating here and many more on Facebook would all agree that this class is very, very revealing and very it's like a guide for progress in Krishna consciousness. And thank you so much, Maharaj, and for keeping us under your guidance. And we also like to thank His Grace Govardhan Giri Prabhu, who very kindly took up this translation service and did a very wonderful, amazing job to help us understand Maharaj's instructions. Thank you, everyone. Thank you to all the participants. Like Maharaj said, we all look forward to the evening meeting with in the presence of His Holiness Jayapataka Swami Guru Maharaj. Thank you very much. Hare Krishna. Hare Bol, Hare Krishna. His Holiness Jayapataka Swami Maharaj. His Holiness Bhakti Vinod Swami Maharaj.